ഗണപതി ഭഗവാനെ ശപിച്ച തുളസിദേവിയുടെ കഥ അറിയാമോ? പണ്ട് ഒരിക്കൽ തുളസിദേവി വനത്തിലൂടെ നടക്കുന്ന നേരം വിനായകനെ കാണുകയുണ്ടായി. വിനായകനെ കണ്ടപ്പോൾ അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൽ തുളസിദേവി വിവാഹാഭ്യർത്ഥന നടത്തി. പക്ഷേ ഗണേശൻ വിനീതമായി പറഞ്ഞു, എനിക്ക് വിവാഹം വേണ്ട, ഞാൻ ബ്രഹ്മചര്യത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു. തുളസി ഇതിൽ അമർഷപ്പെട്ടു. തന്റെ ആത്മാഭിലാഷം നിരസിക്കപ്പെട്ടതിൽ ദുഃഖിതയായി. കോപാഭിഷ്ടയായി അവൾ ഗണേശനെ ശപിച്ചു, നീ വിവാഹിതനായിരിക്കും. ഗണേശനും മറുപടിയായി തുളസിയെ ശപിച്ചു, നിന്റെ ഇലകൾ എന്റെ പൂജയിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. പിന്നീട് ദേവന്മാരുടെ ഇടപെടലിൽ അവർ പരസ്പരം ക്ഷമിച്ചെങ്കിലും ശാപം നിലനിന്നു. ഇന്നുവരെ ഗണപതിയുടെ പൂജയിൽ തുളസിദളം ഉപയോഗിക്കാറില്ല. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും ഭക്തിയും നിർബന്ധിച്ചു നേടാൻ കഴിയില്ല എന്നതാണ്. ദൈവത്തിന് പ്രിയമായത് നിർബന്ധിതമായ ബന്ധമല്ല, ശുദ്ധമായ സമർപ്പണമത്രേ.